നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നടന്ന മത്സരത്തിൽ വിജയം നേടാൻ ലിവർപൂളിന് കഴിഞ്ഞിരുന്നു. നിലവിലെ ജേതാക്കളായ റയൽ മാഡ്രിഡിനെ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ആൻഫീൽഡിൽ വെച്ചുകൊണ്ട് ലിവർപൂൾ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. അലക്സിസ് മാക്കാലിസ്റ്റർ, കോഡി ഗാക്പോ എന്നിവർ നേടിയ ഗോളുകളാണ് ലിവർപൂളിന് ഈ മത്സരത്തിൽ വിജയം സമ്മാനിച്ചിട്ടുള്ളത്. നിലവിൽ ചാമ്പ്യൻസ് ലീഗിൽ 1-ാം സ്ഥാനത്ത് ലിവർപൂളാണ്. കളിച്ച 5 മത്സരങ്ങളിലും വിജയിക്കാൻ ഇപ്പോൾ ലിവർപൂളിന് കഴിഞ്ഞിട്ടുണ്ട്. സമീപകാലത്ത് ചാമ്പ്യൻസ് ലീഗിൽ റയൽ മാഡ്രിഡിനോട് എപ്പോഴും ലിവർപൂൾ പരാജയപ്പെടുമായിരുന്നു. 2 ഫൈനലുകളിൽ വരെ അവർക്ക് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത്. ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് റയലിനെ ഇപ്പോൾ ലിവർപൂൾ പരാജയപ്പെടുത്തുന്നത്. 15 വർഷത്തെ വേദന അവസാനിപ്പിക്കാൻ കഴിഞ്ഞതിൽ തങ്ങൾക്ക് സന്തോഷമുണ്ട് എന്നാണ് ലിവർപൂളിൻ്റെ പരിശീലകനായ അർനെ സ്ലോട്ട് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഒരുപാട് ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ നേടിയിട്ടുള്ള ഒരു ടീമിനെതിരെ കളിക്കുന്നത് തന്നെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. കഴിഞ്ഞ 15 വർഷത്തോളമായി ഞങ്ങൾ ഒരു വേദന അനുഭവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അതിപ്പോൾ അവസാനിപ്പിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. ഒരുപാട് ക്വാളിറ്റി താരങ്ങളെയാണ് ഞങ്ങൾ നേരിട്ടത്. വലിയ മത്സരങ്ങളിൽ വിജയം നേടുക എന്നത് എപ്പോഴും സന്തോഷം നൽകുന്ന കാര്യമാണ്. പക്ഷേ ഇത്തവണ വ്യത്യസ്തമായ ഫോർമാറ്റിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിജയങ്ങൾ എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്ന് ജഡ്ജ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. ഇതാണ് ലിവർപൂളിൻ്റെ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത്. തകർപ്പൻ പ്രകടനമാണ് അർനെ സ്ലോട്ടിന് കീഴിൽ ഇപ്പോൾ ലിവർപൂൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചാമ്പ്യൻസ് ലീഗിൽ കളിച്ച 5 മത്സരങ്ങളിൽ 5ലും വിജയിച്ചുകൊണ്ട് പോയിന്റ് പട്ടികയിൽ 1-ാം സ്ഥാനത്ത് ലിവർപൂൾ തന്നെയാണ്. പ്രീമിയർ ലീഗിൽ മികച്ച പ്രകടനം അവർ നടത്തുന്നുണ്ട്. 12 മത്സരങ്ങൾ കളിച്ചപ്പോൾ 10 വിജയങ്ങൾ നേടിക്കൊണ്ട് 31 പോയിന്റുമായി ലിവർപൂൾ 1-ാം സ്ഥാനത്ത് തന്നെയാണ് തുടരുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.